ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം, അതിലെ പ്രധാന വിഷയം കാഹളങ്ങളാണ്. 7 കാഹളങ്ങൾ. അതിൽ 3 കാഹളങ്ങളെക്കുറിച്ച് നാം കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നാം ചിന്തിക്കുകയുണ്ടായി. വീണ്ടും ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് 4-ാമത്തെ കാഹളത്തെക്കുറിച്ചാണ്. 4-ാമത്തെ കാഹളം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 4-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ സൂര്യനിൽ 1/3 ചന്ദ്രനിൽ 1/3 നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. അവയിൽ 1/3 ഇരുണ്ടുപോയി, രാവും പകലും 1/3 വെളിച്ചമില്ലാതെയായി. 4-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ സൂര്യനിൽ 1/3 ചന്ദ്രനിൽ 1/3 നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. അവയിൽ 1/3 ഇരുണ്ടുപോയി, രാവും പകലും 1/3 വെളിച്ചമില്ലാതെയായി. ആദ്യത്തെ 4 കാഹളങ്ങൾ നാം പഠിക്കുമ്പോൾ 7 കാഹളങ്ങളിൽ ആദ്യത്തെ 4 കാഹളങ്ങളിൽ നാം കാണുന്നത് പ്രകൃതിക്കും ദൈവത്തിൻ്റെ സൃഷ്ടിക്കും വരുന്നതായ ന്യായവിധികളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 1-ാമത്തെ കാഹളം ഊതിയപ്പോൾ ന്യായവിധി ഉണ്ടാകുന്നത് എവിടെയാണ്? ഭൂമിയിലാണ്. ഭൂമിയിലാണ് ന്യായവിധി ഉണ്ടാകുന്നത്. ഭൂമി ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. 2-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ സമുദ്രത്തിലാണ് ന്യായവിധി ഉണ്ടാകുന്നത്. 3-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ നദികളിലും നീരുറവുകളിലുമാണ് ന്യായവിധി ഉണ്ടാകുന്നത്. 4-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും. പ്രകൃതിയിലും ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ, ഈ പ്രപഞ്ചത്തിൽ പ്രകൃതിയിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ന്യായവിധികൾ ഉണ്ടാകുകയാണ്. ഭൂമിയിൽ 1-ാമത്തെ കാഹളം ഊതിയപ്പോൾ, ഈ ഭൂമി എന്ന് പറയുന്നത് ഈ കരയാണ് ഉദ്ദേശിക്കുന്നത്, കരഭൂമിയാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലത്തിന് ദൈവം സമുദ്രം എന്നാണ് പേരിട്ടത്. അപ്പോൾ ഭൂമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ലോകത്ത് ഭൂമിയിൽ കരയെന്ന് പറയുന്നത് 29% മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ 1/3 ഭാഗമാണ് കരയുള്ളൂ. 2/3 ഭാഗം എന്താണ്? സമുദ്രമാണ്. 2/3 ഭാഗം സമുദ്രവും 1/3 ഭാഗമേ കരയുള്ളൂ. ഭൂമി 29%, സമുദ്രം 71%. അപ്പോൾ 1-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ ഭൂമിയുടെ മേൽ ന്യായവിധി ഉണ്ടായി. 2-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ സമുദ്രത്തിന് മേൽ ന്യായവിധി ഉണ്ടായി. 3-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ നദികളിലും നീരുറവകളിലും ന്യായവിധി ഉണ്ടായി. ഈ നദികളും നീരുറവുകളും എന്ന് പറയുമ്പോൾ ശുദ്ധജലമാണ്. ശുദ്ധജലം സമുദ്രത്തിൽ ഉപ്പുവെള്ളമാണ്. ഏതാണ്ട് 96.5% വെള്ളവും ഉപ്പുവെള്ളമാണ്, സമുദ്രത്തിലെ ജലമാണ്. ബാക്കി 3.5% ജലം മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ. അത് നദികളിലുണ്ട്. നീരുറവെന്ന് പറയുമ്പോൾ കിണറുകളുമുണ്ട്. നല്ലൊരു ഭാഗം ഭൂഗർഭജലമാണ്. ഈ 3.5%-ൽ നല്ലൊരു ഭാഗവും ഭൂഗർഭജലമാണ്. അപ്പോൾ
മൂന്നാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ ശുദ്ധജലം നദികളിലും ഉറവുകളിലും. വീണ്ടും ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് നാലാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ. നാലാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മൂന്നിലൊന്നിൻ്റെ മേൽ ബാധ തട്ടുന്നു. മൂന്നിലൊന്ന് ഇരുണ്ടുപോയി എന്നാണ് നാം വായിച്ചത്. ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച നക്ഷത്രങ്ങളാണ്. നമുക്കറിയാം, ഭൂമിയിൽ പ്രകാശം കൊടുക്കേണ്ടതിന് വേണ്ടി, ഭൂമിയെ പ്രകാശിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം സൃഷ്ടിച്ച വെളിച്ചങ്ങളാണ് ഏതെല്ലാം? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം. ഉൽപ്പത്തി പുസ്തകം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പകലും രാവും തമ്മിൽ വേർതിരിക്കുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയാനും ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ പ്രകാശിപ്പിക്കുവാൻ ആകാശത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം പറഞ്ഞു. അപ്പോൾ ഈ ഇരുണ്ടുപോയ വെളിച്ചങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ ദൈവം ആകാശത്ത് സൃഷ്ടിച്ച വെളിച്ചങ്ങളാണ്. അതുപോലെ തന്നെ അവയെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു കാര്യപരിപാടിയായിരുന്നു. എന്ത്? ഈ നക്ഷത്രങ്ങൾ അടയാളങ്ങൾക്കായി തീരണമെന്നുള്ളത്. അവയെ അടയാളങ്ങൾക്കായും എന്ന് നാം വായിച്ചു. അടയാളങ്ങൾക്കായി കൂടെ തീരണമെന്ന് എന്ന് പറഞ്ഞാൽ നാം വായിച്ചു. ഞാൻ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ നടക്കുന്ന അടയാളങ്ങളാണ്. അന്ത്യകാലത്ത് നടക്കുന്ന അടയാളങ്ങൾ, ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനും ലോകാവസാനത്തിന് മുൻപ് നടക്കുന്നതായ അടയാളങ്ങൾ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുമെന്നുള്ളത്. സൃഷ്ടിപ്പിൽ തന്നെ ദൈവം ആ കാര്യം സൂചിപ്പിച്ചിരിക്കുന്നു. നാം ഓർക്കണം, ഈ ലോക ചരിത്രത്തിൽ അതിപ്രധാനമായ സംഭവങ്ങൾ നടന്നപ്പോഴെല്ലാം ദൈവം അടയാളങ്ങൾക്കായി സൃഷ്ടിച്ച നക്ഷത്രങ്ങളിൽ അടയാളങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ലോകത്ത് ഏറ്റവും അതിപ്രധാനമായ 3 സംഭവങ്ങൾ ഏതെല്ലാമാണ്? അതിപ്രധാനമായ 3 സംഭവങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന്, ക്രിസ്തുവിൻ്റെ ജനനം. ഒരത്ഭുതമായിരുന്നു. അതിപ്രധാനമായ സംഭവമാണത്. ക്രിസ്തുവിൻ്റെ ജനനം. 2, ക്രിസ്തുവിൻ്റെ മരണം. 3, ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്. അതിപ്രധാനമായ സംഭവം. ഓർക്കണം, ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് ദൈവം അടയാളങ്ങൾക്കായി സൃഷ്ടിച്ച നക്ഷത്രങ്ങളിൽ അടയാളമുണ്ടായി. വിവരിക്കാൻ സമയമെടുക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു നക്ഷത്രം അതിൻ്റെ ഭ്രമണത്തിൽ നിന്നും മാറി സഞ്ചരിക്കുന്നു. നക്ഷത്രങ്ങളിൽ ഈ അടയാളം കണ്ടുകൊണ്ടാണ് ഒരു മഹാരാജാവ് ജനിച്ചിരിക്കുന്നു എന്ന് പണ്ഡിതന്മാർക്ക്, ആ കാലത്തെ വാന നിരീക്ഷണ ശാസ്ത്രജ്ഞന്മാർക്ക്, വിദ്വാൻമാർക്ക് അറിവ് കിട്ടുന്നത്. അങ്ങനെയാണല്ലോ അവർ യാത്ര പുറപ്പെടുന്നത്. നക്ഷത്രത്തിൽ അടയാളമുണ്ടായി. ക്രിസ്തുവിൻ്റെ മരണസമയത്ത് നക്ഷത്രത്തിൽ അടയാളമുണ്ടായി. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ സൂര്യൻ ഇരുണ്ടു. രാത്രിയായി, ഇരുട്ടായി.
നക്ഷത്രത്തിൽ അടയാളമുണ്ടായി. ഇനിയും ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് മുമ്പും മടങ്ങിവരവിലും അടയാളങ്ങൾ നടക്കും. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 29, 30 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. ഒന്ന് വായിക്കാം, വാക്യം ഒന്ന് വായിക്കാം. നാം ചിന്തിക്കുന്ന വേദഭാഗത്തോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 29, 30 വാക്യങ്ങളൊന്ന് വായിക്കാം. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെയിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അപ്പോൾ മതി. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ ഉണ്ടാകും. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2 അധ്യായം 31 വാക്യം. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുകയാണ്. 4-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ 1/3 വെളിച്ചമില്ലാതെയായി, ഇരുണ്ടുപോയി. 1/3 വെളിച്ചമില്ലാതെയായി. നാം ഇന്ന് ആത്മീയമായി ചിന്തിക്കുമ്പോൾ ഈ കാഹളം ഊതുമ്പോൾ എന്താണ് നടക്കുന്നത്? ആത്മീയ രംഗങ്ങളിൽ ആത്മീയ വെളിച്ചമില്ലാതെയാകും. ആത്മീയ രംഗങ്ങളുണ്ടാകും, പക്ഷേ ഇരുളിലായി പോകും. കൂട്ടായ്മകളും സുവിശേഷ പ്രവർത്തനങ്ങളും ആരാധനകളും പെരുന്നാളുകളും കൺവെൻഷനുകളും ധ്യാനയോഗങ്ങളും എല്ലാം ഉണ്ടാകും, പക്ഷേ ആത്മാവിൻ്റെ വെളിച്ചമുണ്ടാകുകയില്ല, ദൈവത്തിൻ്റെ വെളിച്ചമുണ്ടാകുകയില്ല. വെളിച്ചം നഷ്ടപ്പെട്ടു പോകും. സുവിശേഷ വേലക്കാരിൽ നിന്ന് വെളിച്ചം നഷ്ടപ്പെട്ടു പോകും. ആത്മീക രംഗങ്ങളിൽ നിന്ന് വെളിച്ചം നഷ്ടപ്പെട്ടു പോയി. ഇരുള് പടരുന്നു. 1/3 ഇരുളായി പോകും. ഈ ബാധ നമുക്ക് തട്ടാനിട വരരുത്. 4-ാം കാഹളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവ് എന്നിൽ ഒരിക്കലും അന്ധകാരം വ്യാപിക്കാനിട വരരുത്. വിളിച്ചു എന്നെ വെളിച്ചമാക്കി വിളിച്ചവനായി ശോഭിക്കുവാൻ. അതിനുവേണ്ടി വിളിച്ചത്, വെളിച്ചമാക്കി വയ്ക്കാനാണ് വിളിച്ചത്. എന്നിൽ ഇരുള് പിടികൂടാനിടയാകരുത്. എന്ത് ചെയ്യണം? ഇരുൾ പിടികൂടാതിരിക്കാൻ എന്ത് ചെയ്യണം? പിതാക്കന്മാർ പാടി പ്രാർത്ഥിച്ചു, നമ്മെ പഠിപ്പിച്ചു. ഇരുൾ പിടികൂടാ മശിഹാതൻ പ്രഭയിൽ ചേർന്ന് നടന്നോരാ സ്ലീഹേന്മാർക്ക് അതിസൗഭാഗ്യം. ആ ഭാഗ്യം നമുക്ക് കിട്ടണം. ഒന്ന് പാടിക്കാം. ഞാൻ സത്യ പ്രഭയെന്നുടയോൻ തൻ അന്തേവാസികളോടോതി ഈ പ്രഭയിൽ ചേർന്നു നടന്നോരേ ഇരുൾ പിടികൂടാ മശിഹാതൻ പ്രഭയിൽ ചേർന്നു നടന്നോരാം സ്ലീഹന്മാർക്കതി സൗഭാഗ്യം കണ്ടാലും തൻ സ്മൃതിയും കൊണ്ടാടിയിടും നദിഘോഷം തൽ പ്രാർത്ഥന ഞങ്ങൾക്കഭയം. ഞാൻ സത്യപ്രഭയെന്നുടയോൻ താൻ അന്തേവാസികളോടോതി. സഭയുടെ അകത്തുള്ളവരോട്, വിശ്വാസികളോട് കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഞാൻ സത്യപ്രഭയെന്നുടയോൻ താൻ അന്തേവാസികളോടോതി. ഈ പ്രഭയിൽ ചേർന്ന് നടപ്പോരെ. ഇരുൾ പിടികൂടാ മശിഹാതൻ പ്രഭയിൽ ചേർന്ന് നടന്നോരാം സ്ലീഹേന്മാർക്കതി സൗഭാഗ്യം. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയോട് ചേർന്ന് നടന്നാൽ
ഈ വെളിച്ചം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ചേർന്ന് കിടന്നേ പറ്റൂ കേട്ടോ. കാരണം കൂട്ടായ്മ, ദൈവമക്കളുടെ കൂട്ടായ്മ, ദൈവമക്കളുമായിട്ടുള്ള അടുപ്പം, ബന്ധം, സ്നേഹം, ഇതെല്ലാം ആത്മീയ ജീവിതത്തിൽ ആവശ്യമാണ്. എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്നതിനേക്കാൾ കൂടുതലായി ദൈവമക്കളോട് ചേർന്ന് നടക്കാനാണ് താല്പര്യം വരുന്നതെങ്കിൽ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കാതെ കൂട്ടായ്മയോട് ചേർന്ന് നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും ഇരുട്ട് പിടികൂടും. ഇന്ന് ആത്മീയ പ്രസ്ഥാനങ്ങൾ സഭയോട്, പ്രസ്ഥാനങ്ങളോട്, പ്രവർത്തനങ്ങളോടൊക്കെ ചേർന്ന് നടക്കും. പക്ഷെ ക്രിസ്തുവുമായി ബന്ധമില്ല. എന്ത് സംഭവിക്കുന്നത്? അതുകൊണ്ടാണ് പിതാക്കന്മാർ പഠിപ്പിച്ചത് ഈ പ്രഭയിൽ ചേർന്ന് നടക്കണമെന്ന്. ഞാൻ സത്യപ്രഭയെന്ന് അരുളി ചെയ്ത ഈ സത്യപ്രഭയായ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കണം. ശ്ലീഹന്മാർ അങ്ങനെ നടന്നതെന്ന്. അതുകൊണ്ടാണ് അവർ സൗഭാഗ്യത്തിലേക്ക് ചേർക്കപ്പെട്ടത്. അതുകൊണ്ട് ഈ ബാധ തട്ടാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, നാം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക, യേശുവിനോട് ചേർന്ന് നിൽക്കുക. ഈ ബാധ നമുക്ക് തട്ടാൻ ഇടവരരുത്. ഈ ആദ്യത്തെ 4 കാഹളങ്ങളിലും 3/1 എന്ന് നാം കാണുകയാണ്. 4 കാഹളങ്ങൾ 3/1 ബാധ തട്ടുന്നു എന്ന് പറഞ്ഞാൽ, ഇവിടെ കാണുന്ന ന്യായവിധി എന്ന് പറയുന്നത് അത് പൂർണ്ണമല്ല, മുഴുവനായും തീർത്ത് കളയുകയല്ല എന്ന്. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലെ 3/1 വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലെ 3/1. ഒന്നാമത്തെ കാഹളം ഊതിയപ്പോൾ ഭൂമിയുടെ 3/1 കത്തി നശിച്ചു. 8-ാം അധ്യായം 7-ാം വാക്യം. 2-ാമത്തെ കാഹളം ഊതിയപ്പോൾ സമുദ്രത്തിൽ 3/1 രക്തമായി. 8-ാം അധ്യായം 8-ാം വാക്യം. 4-ാമത്തെ കാഹളം ഊതിയപ്പോൾ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയുടെ 3/1 ഇരുണ്ടുപോയി. ഇങ്ങനെ 3/1 ഇവയെല്ലാം ദൈവത്തിൻ്റെ ഭാഗിക ന്യായവിധി ലോകത്തിൻ്റെ മേൽ വരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, രക്ഷപ്പെടാൻ അവസരമുണ്ടെന്ന്, 2 ഭാഗം രക്ഷപ്പെടാൻ അവസരമുണ്ടെന്ന്. 3/1, ബാക്കി 2 ഭാഗമുണ്ട്. ഈ ദൈവത്തിൻ്റെ കരുണ കലർന്ന ന്യായവിധി. അതുകൊണ്ട് നമ്മളാരും ഇന്ന് നിരാശപ്പെടുകയോ തളർന്നു പോവുകയോ ചെയ്യേണ്ട. നമുക്ക് രക്ഷപ്പെടാൻ അവസരമുണ്ട്. ദൈവത്തിൻ്റെ കരുണ കലർന്ന ന്യായവിധിയുടെ അടയാളമാണ് ഈ 3/1 എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കൊരു മുന്നറിയിപ്പ് കൂടെയാണ്. രക്ഷപ്പെടാനുള്ള 3/1 വന്നിട്ടുള്ളൂ. 2 ഭാഗം നമുക്ക് രക്ഷപ്പെടാനുള്ള അവസരമാണ്, മനം തിരിയാനുള്ള അവസരമാണ് കൂടുതൽ. നാം അത് പ്രയോജനപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. ഇത് ന്യായവിധിയല്ല, അന്തിമ ന്യായവിധിയിലേക്കുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. ഈ ബാധകളെല്ലാം അന്തിമ ന്യായവിധിയിലേക്കുള്ള ഒരു മുന്നറിയിപ്പ് മാത്രം. 8-ാം അധ്യായം 13-ാം വാക്യം കഴുകൻ്റെ ഒരു പ്രഖ്യാപനമാണ്. കഴുകൻ്റെ പ്രഖ്യാപനം എന്താണ്? അനന്തരം ഒരു കഴുക് ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യയെ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. അനന്തരം ഒരു കഴുക് ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദ ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യയെ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. ഒരു കഴുകൻ പറക്കുകയാണ് അതിവേഗം. ഇല്ലേ, കഴുകൻ ഉയരത്തിൽ പറക്കുന്നു, അതിവേഗം പറക്കുന്നു, അതിവേഗം എല്ലായിടത്തും ചുറ്റിപ്പറക്കുകയാണ്. എല്ലായിടത്തും ഘോഷിക്കുന്ന, കാണുകയും കേൾക്കുകയും ചെയ്തു. വിളിച്ചു പറയുകയാണ്. എന്താണ്?
കഷ്ടം, കഷ്ടം, കഷ്ടം 3 പ്രാവശ്യം. കഷ്ടം, കഷ്ടം, കഷ്ടമെന്ന് 3 പ്രാവശ്യം ഉറക്കെ പറയുന്നു. ഒരു ഗുരുതരമായ മുന്നറിയിപ്പ് നൽകുകയാണ്. ഗുരുതരമായ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഇവിടെ. എന്ന് പറഞ്ഞാൽ ഇനിയും ഊതാൻ പോകുന്ന 3 കാഹളങ്ങളുണ്ട്. 4 കാഹളങ്ങളെ ഊതിയിട്ടുള്ളൂ. ഇനിയും 3 കാഹളങ്ങൾ കൂടെ ഊതാനുണ്ട്. ആ 3 കാഹളങ്ങൾ കൂടുതൽ ഭയാനകമായിരിക്കും എന്നുള്ള ഒരു സൂചന കൊടുക്കുകയാണ്, മുന്നറിയിപ്പ്. ഇല്ലേ, ദൈവം എപ്പോഴും മുന്നറിയിപ്പ് തരും. ഇതൊന്നും തീർന്നില്ല. ഇല്ല, നമ്മൾ പറയില്ല വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ എന്ന്. ഒന്നും ആയില്ല. ഈ 4 ബാധകൾ ഒന്നുമല്ല. ഇനി ഇതിലും ഭയാനകമായത് 3 കഷ്ടം വരാനിരിക്കുന്നു. 3 കഷ്ടം, 3 പ്രാവശ്യം കഷ്ടം, കഷ്ടം, കഷ്ടം എന്ന് പറയുന്നു. 3 കഷ്ടങ്ങളുണ്ട്. അത് 5-ാമത്തെ കാഹളവും 6-ാമത്തെ കാഹളവും 7-ാമത്തെ കാഹളവുമാണ് 3 കഷ്ടം. അതിൽ 5-ാമത്തെ കാഹളം ഊതി കഴിയുമ്പോൾ വെളിപ്പാട് 9:12 നാം വീണ്ടും ഒരു കാര്യം കാണുന്നുണ്ട്. 5-ാമത്തെ കാഹളം ഊതി കഴിഞ്ഞപ്പോൾ എന്താണ് പറയുന്നത്? 12-ാം വാക്യം, 9:12. കഷ്ടം 1 കഴിഞ്ഞു, ഇനി 2 കഷ്ടം പിന്നാലെ വരുന്നു. കഷ്ടം 1 കഴിഞ്ഞു, ഇനി 2 കഷ്ടം പിന്നാലെ വരുന്നു എന്ന്. 9-ാം അധ്യായം 1-ാം വാക്യത്തിലെ 5-ാമത്തെ കാഹളം 1-ാമത്തെ കഷ്ടം, 6-ാമത്തെ കാഹളം 2-ാമത്തെ കഷ്ടം, 7-ാമത്തെ കാഹളം 3-ാമത്തെ കഷ്ടം. കഷ്ടം, കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഴുക് ചുറ്റിപ്പറക്കുകയാണ്. ഒരു കഴുക് പറക്കുകയാണ്. ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. നാം കാണുകയും കേൾക്കുകയും ചെയ്യാൻ തക്കവണ്ണം ദൈവം മുന്നറിയിപ്പ് തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം കാണുകയും കേൾക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ദൈവം തരുന്നതായ മുന്നറിയിപ്പുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അടുത്ത 2 കാഹളങ്ങൾ, ഇനിയും 3 കാഹളങ്ങൾ ഊതുമ്പോൾ 3 കഷ്ടങ്ങൾ വരാൻ പോകുന്നു. കഷ്ടം, കഷ്ടം, കഷ്ടം. ഈ കഷ്ടം എന്ന് പറയുമ്പോൾ ഈ ബൈബിളിൽ ഒത്തിരി ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ടല്ലേ. ഒത്തിരി സ്ഥലങ്ങളിൽ അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങളെ ചൂണ്ടിക്കൊണ്ട്, ഒത്തിരി രംഗങ്ങളെ ചൂണ്ടിക്കൊണ്ട് അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം എന്ന് പറയുന്നുണ്ട്. ബൈബിളിൽ തെറ്റായ പാത പിന്തുടരുന്നവർക്ക്, അരുതാത്ത വഴിയിലൂടെ പോകുന്നവർക്ക്, കപടഭക്തിക്കാർക്കുമൊക്കെ വരാൻ പോകുന്നതായ ദൈവീക ന്യായവിധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കൂടുതലും എന്താണ്? അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം എന്നുള്ളതായ വാക്ക്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ ഓരോ പാരഗ്രാഫിലും അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് പറയുന്നത്. കർത്താവ് ആ ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്. എത്രയോ പ്രാവശ്യം പറയുന്നില്ലേ, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ സ്വർഗരാജ്യം മനുഷ്യർക്ക് അടച്ചു കളയുന്നു. ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. വീണ്ടും ആരെങ്കിലും മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല എന്നും, മന്ദിരത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരനെന്നും പറയുന്ന കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്ക് ഹാ കഷ്ടം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ തുളസി, ചതകപ്പ, ജീരകം ഇവയിൽ പദാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വാസം, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു.
വീണ്ടും കാര്യങ്ങൾ ഓരോന്നോന്ന് പറയുകയാണ്. 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ കിണ്ടിയെണ്ണങ്ങളുടെ പുറം വെടുപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. പുറമേയൊക്കെ ഒന്ന് പോളിഷ് ചെയ്യുന്നുണ്ട്, അകത്തൊരു മാറ്റവുമില്ല. കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്, ആത്മീയ രംഗങ്ങളിലെല്ലാം ഉണ്ട്, പുറമേ എല്ലാം വ്യത്യാസമുണ്ട്, പക്ഷേ അകത്ത് മാറ്റമില്ല. അങ്ങനെയുള്ളവർക്ക് കഷ്ടം. 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവർ നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിതും നീതിമാന്മാരുടെ കല്ലറകളെ അലങ്കരിച്ചും കൊണ്ട്. എന്നിട്ട് വായിക്കുമ്പോൾ ഒത്തിരി ആലോചന കിട്ടുന്നതായി വാക്യങ്ങളാണിതെല്ലാം. എത്രയോ പ്രാവശ്യമാണ് കഷ്ടം എന്ന് പറയുന്നത്. ലൂക്കോസ് 11 നാം കാണുന്നുണ്ട്. ഞാനതൊന്നും വിവരിക്കാൻ ഇപ്പോൾ സമയം എടുക്കുന്നില്ല. നമുക്ക് സമയം കിട്ടുമ്പോൾ ദൈവസന്നിധിയിൽ ഒറ്റയ്ക്കിരുന്ന് വായിക്കുക, ധ്യാനിക്കുക. എന്നിട്ട് കൊച്ചു കൊച്ചു പ്രസംഗങ്ങൾ ഉണ്ടാക്കാം. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള പ്രബോധനങ്ങൾ തയ്യാറാക്കാം. അങ്ങനെ വചന ശുശ്രൂഷകൾക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. വചനം വായിച്ച് വചനത്തിൽ നിന്ന് പറയുന്നതാണ് വചന ശുശ്രൂഷ എന്ന് പറയുന്നത്. വചന ശുശ്രൂഷകൾക്കായി നമുക്ക് ഒരുങ്ങാം. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിൽ നിന്ന് സ്വന്തം ജീവിതത്തിലേക്ക് ആലോചനകൾ കൈക്കൊണ്ട് അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക. അതാണ് വചന ശുശ്രൂഷ അല്ലെങ്കിൽ സാക്ഷ്യവചനം എന്ന് പറയുന്നത്. നാം അനുഭവിക്കുക, എന്നിട്ട് പങ്കുവയ്ക്കുക. അതാണ് വചനം. സാക്ഷ്യവചനമാണ് വചനം. നമ്മൾ അനുഭവിക്കാത്ത പറഞ്ഞിട്ട് ആരെങ്കിലും കാര്യമുണ്ടോ? നാം അനുഭവിക്കണം, നാം തിരുത്തണം. എന്നിട്ട് പറഞ്ഞാൽ അത് ഹൃദയങ്ങളെ കുത്തിക്കീറും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അവിടെ പ്രവാചകൻ പറയുന്നത് എന്താണ്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. തങ്ങൾ മാത്രം ദേശമധ്യയെ പാർക്കത്തക്കവണ്ണം മറ്റാർക്കും സ്ഥലമില്ലാതാകുവോളം വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അവിടെ പ്രവാചകൻ പറയണം അയ്യോ കഷ്ടം. ആ അധ്യായം തന്നെ മുഴുവൻ, എല്ലാം പറയാൻ സമയമില്ലല്ലോ, മുഴുവൻ 2 കാര്യം മാത്രം, 2-3 കാര്യം മാത്രം ചിന്തിക്കാനാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അയ്യോ കഷ്ടം. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? തങ്ങൾ മാത്രം ദേശമധ്യയെ പാർക്കത്തക്കവണ്ണം മറ്റാർക്കും സ്ഥലമില്ലാതാകുവോളം വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. എനിക്ക് വളരണം, എനിക്ക് കൂടുതൽ നേടണം, തെറ്റായ ആഗ്രഹമല്ല കേട്ടോ. നമുക്ക് കൂടുതൽ വളരണം, നമ്മുടെ സമ്പത്തുണ്ടാക്കണം, അല്ലെങ്കിൽ നല്ല ജോലി വേണം, പഠിച്ച് നല്ല റിസൾട്ട് വാങ്ങണം, ഭൗതികമായി ഉയർന്ന ഒരവസ്ഥയിലേക്ക് വരണമെന്ന് ചിന്തിക്കുന്നതും നമ്മളങ്ങനെ വരുന്നതും ഒന്നും ഒരിക്കലും തെറ്റല്ല. ഒരു ദൈവാനുഗ്രഹമാണെന്ന് ഞാൻ പറയും. അതല്ല, ഒരു ദൈവാനുഗ്രഹമാണ്. പക്ഷേ നമ്മൾ മറ്റൊരാളെ തകർത്തിട്ട് വളരാൻ നോക്കരുത്. നമ്മൾ ഉയരണം, വളരണം എന്നുള്ളത് തെറ്റല്ല. എന്നാൽ മറ്റൊരാൾക്ക് ദോഷം വരുത്തിയിട്ട്, മറ്റൊരാളെ തകർത്തിട്ട്, മറ്റൊരാളെ ഇല്ലാതാക്കിക്കൊണ്ട്, മറ്റൊരാളുടെ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, ദ്രോഹിച്ചുകൊണ്ട്, മറ്റൊരാൾക്ക് ദോഷം വരുത്തിക്കൊണ്ടുള്ളതായ നമ്മുടെ വളർച്ച, നഷ്ടം വരുത്തിക്കൊണ്ടുള്ളതായ വളർച്ച, അങ്ങനെ വളരുന്നവർക്ക് അയ്യോ കഷ്ടം. വീണ്ടും അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കാം. 11-ാമത്തെ വാക്യം. അതികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നവർക്കൊക്കെ അയ്യോ കഷ്ടം. ഇപ്പോൾ നമ്മൾ മദ്യം തേടി ഓടുന്നവരാരും ഈ കൂട്ടത്തിലില്ല. വീഞ്ഞു കുടിച്ച് മത്തരായിരിക്കുന്നവർ ഈ കൂട്ടത്തിലില്ല. എന്നാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നവരുണ്ടോ?
അയ്യോ കഷ്ടമെന്നാണ് പറയുന്നത്. അതെന്തും ആയിക്കോട്ടെ, ഞാൻ ഓരോന്നോരോന്നും എടുത്ത് പറയുന്നില്ല. എന്ത് കാര്യമാണെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതല്ല നമ്മുടെ സമയം. അവർക്ക് അയ്യോ കഷ്ടം. വീണ്ടും അതിൻ്റെ 18-19 വാക്യങ്ങൾ, യെശയ്യാ 5:18-19 വാക്യങ്ങൾ. വ്യാജഭാസം കൊണ്ട് അകൃത്യത്തെയും വണ്ടിക്കയറ് കൊണ്ട് എന്ന പോലെ പാപത്തെയും വലിക്കുകയും അവൻ ബന്ധപ്പെട്ട് തന്റെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കട്ടെ. കാണാമല്ലോ, ഇസ്രായേലിൻ പരിശുദ്ധന്റെ ആലോചന അടുത്തു വരട്ടെ, നമുക്കറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഇതിൻ്റെ അർത്ഥം ചിന്തിച്ചിട്ടുണ്ടോ? വ്യാജപാശം കൊണ്ട് അകൃത്യത്തെയും വണ്ടിക്കയറുകൊണ്ടെന്ന പോലെ പാപത്തെയും വലിക്കുകയും അവൻ ബന്ധപ്പെട്ട് തൻ്റെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കട്ടെ, കാണാമല്ലോ, ഇസ്രായേലിൻ പരിശുദ്ധൻ്റെ ആലോചന അടുത്തു വരട്ടെ, നമുക്കറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ആത്മീയരായിട്ട് നമ്മൾ ഒത്തിരി ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഒത്തിരി ഇരുന്ന് ചിന്തിക്കേണ്ടതായൊരു വിഷയമാണ്. ഇവിടെ വണ്ടിക്കയറ് കൊണ്ട് വലിക്കുക, വ്യാജവാസം കൊണ്ട് വലിക്കുക എന്നൊക്കെ പറഞ്ഞ്, കയറ് കെട്ടി വലിക്കുക എന്നൊക്കെ പറയുന്നത് ആലങ്കാരിക പ്രയോഗമാണ്, ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു പാപത്തിൽ ചെന്ന് അബദ്ധത്തിൽ അങ്ങ് വീഴുന്നതല്ല, മനഃപൂർവ്വം പാപം ചെയ്യുന്നു. മനഃപൂർവ്വം ഈ കാളവണ്ടി വലിക്കുന്നത് പോലെ ഈ മനഃപൂർവ്വം പാവത്തെ വലിച്ചുകൊണ്ട് നടക്കുക. അങ്ങ് വിട്ട് കളഞ്ഞാൽ മതി, അങ്ങ് വേണ്ടാന്ന് വെച്ചാൽ മതി, അങ്ങ് പൊക്കോളും. പക്ഷേ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ വണ്ടിക്കയറുകൾ കെട്ടിക്കിടക്കുകയാണ്. വണ്ടിക്കയർ, വ്യാജവാസം, വ്യാജം എന്ന വണ്ടിക്കയർ, വ്യാജവാസം എന്ന വണ്ടിക്കയർ അങ്ങ് കെട്ടി അങ്ങ് അഴിക്കാൻ, ഒരു കയറഴിക്കാൻ കൂട്ടാക്കുന്നില്ല. വ്യാജവാസം, വ്യാജം, അഹങ്കാരം, വിനയമില്ലായ്മ, എളിമപ്പെടാൻ മനസ്സില്ലായ്മ, തെറ്റ് സമ്മതിക്കാൻ മനസ്സില്ലായ്മ. അതുകൊണ്ടൊരു അബദ്ധം പറ്റി, ഒരു തെറ്റ് പറ്റി, ശരിയാ, പക്ഷേ അതങ്ങ് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ് കേട്ടോ. വ്യാജം വണ്ടിക്കയറ് കൊണ്ട് കെട്ടും. ഇപ്പോൾ ദുഷ്ടനായ പിശാച് ഏദൻ തോട്ടത്തിലേക്ക് വന്നു, സ്ത്രീയുടെ അടുക്കൽ വന്നു, ആ പിശാച് സ്ത്രീയുമായിട്ട് സംസാരിച്ചു. 33-ാം അധ്യായത്തിൽ നമുക്കറിയാം. ഇതെല്ലാം കഴിഞ്ഞ് ദൈവം വന്ന് കൃത്യമായി വ്യക്തമായി ദൈവം ചോദിക്കുന്നുണ്ട്, ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നോ? നീ തിന്നോ? ആദാമോട് ചോദിച്ചു. ആദാം ഒരു വണ്ടിക്കയർ കൊണ്ട് പാപത്തെ കെട്ടിപ്പിടിച്ചു, വ്യാജം. എന്താ പറഞ്ഞു? എന്നാ എന്നോട് കൂടെ ഇരിക്കാൻ നീ തന്ന സ്ത്രീ എനിക്ക് തന്നു, ഞാൻ ഒരു കയറങ്ങ് കെട്ടി. വ്യാജഭാഷം, വണ്ടിക്കയറ് പോലെ. സ്ത്രീയോട് ചോദിച്ചു. സ്ത്രീ എന്നാ പറഞ്ഞേ? സാത്താൻ തന്നു, സാത്താൻ എന്നെ, പാമ്പെന്നെ. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തെറ്റുപറ്റി എന്നാൽ വണ്ടിക്കയറ് കെട്ടി കൊണ്ടുപോവുക. വണ്ടിക്കയറ് കെട്ടി നമ്മൾ നമ്മുടെ അഹങ്കാരം, നമ്മുടെ അവിശ്വാസം, വ്യാജം എന്നിവയിലൂടെ ഈ പാപത്തെ ന്യായീകരിക്കുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കണം. എൻ്റെ അപ്പ എന്ന് പറഞ്ഞ് കാലിലങ്ങ് വീണാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പാപത്തെ വലിക്കുന്ന വണ്ടിക്കയർ ഉപയോഗിക്കരുത്. ഒരു തീരുമാനം എടുക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതൊന്നും ഇല്ലേ, അങ്ങനെ വലിയ ഗഹനമായ കാര്യങ്ങളൊന്നും നമ്മൾ പഠിച്ചില്ലല്ലോ, അധികമൊന്നും ചിന്തിച്ചില്ലല്ലോ.
യെശയ്യാ 57 പറയുന്നുണ്ട്, അന്യായ ബന്ധനങ്ങൾ അഴിച്ചു കളയുക, നുകത്തിൻ്റെ എല്ലാ കയറുകളെയും അഴിച്ചു കളയുക. വണ്ടിക്കയറ്, നുകത്തിൻ്റെ കയറ്, വണ്ടിക്കയറ്. കർത്താവേ, എൻ്റെ തെറ്റിനെ ന്യായീകരിക്കുന്ന എന്തെങ്കിലും വണ്ടിക്കയർ എന്നിൽ കെട്ടപ്പെട്ടിട്ടുണ്ടോ? കത്തിവെക്കുക, അഴിച്ചു കളയുക. തീർന്നില്ല കേട്ടോ, ഇച്ചിരോടും കൂടിയ ഒരു കാര്യം കൂടെ ഉണ്ട്. വ്യാജവാസം കൊണ്ട് അകൃത്യത്തെയും വണ്ടിക്കയർ കൊണ്ടെന്ന പോലെ പാപത്തെയും വലിക്കുകയും അവൻ ബന്ധപ്പെട്ട് തൻ്റെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കട്ടെ കാണാമല്ലോ. ഇസ്രായേലിൻ പരിശുദ്ധൻ്റെ ആലോചന അടുത്ത് വരട്ടെ നമുക്ക് അറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഒരു തെറ്റ് ചെയ്തു, അത് ഞാൻ എന്നോട് അങ്ങനെ പെരുമാറിയതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത്. അതുമൂലം എന്ത് വന്നോട്ടെ, എന്ത് വന്നാലും ഞാനത് ചുമന്നോളാം. ഇല്ലേ, നമ്മൾ പറയാറുണ്ടോ? നമ്മൾ പറയാറില്ലേ? അതുമൂലമുള്ള എന്ത് ദോഷം വന്നോട്ടെ ഞാനത് വഹിച്ചോളാം, നിങ്ങളൊന്നും അതിനകത്ത് കൂട്ടുകൂടാൻ വരണ്ട, ഞാൻ തോന്നോളാം. അതുമൂലം വരുന്ന എന്ത് വന്നാലും ഞാനത് വഹിച്ചു കൊള്ളാം. അവൻ തൻ്റെ പ്രവൃത്തി വേഗം ചെയ്യട്ടെ, ഞങ്ങൾ കാണട്ടെ എന്ന് പറയുന്ന ഒരു പരിഹാസമാണത്. ആരെ പരിഹസിക്കുന്നത്? ദൈവത്തെ പരിഹസിക്കുന്നു. ഉള്ളിൻ്റെ ഉള്ളിലെ പരിഹാസമാണത്. ഇതുമൂലം എന്ത് വന്നാലും ഞാനത് വഹിച്ചോളാം, എന്തും വരട്ടെ, ഞാനവിടെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. നാം ഒരിക്കലും ഈ വണ്ടിക്കയറ് പാപത്തോട് കെട്ടാൻ നോക്കരുത്. വണ്ടിക്കയറ് പോലെ കെട്ടി പാപത്തെ വലിച്ചുകൊണ്ട് പോകാനല്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത് എന്താണ്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ യെശയ്യാ പ്രവാചകന് വന്ന അനുഭവമാണ് നമുക്കുണ്ടാകേണ്ടത്. നാം ഈ കഴുകൻ ആകാശത്തുകൂടെ പറന്നുകൊണ്ട് കഷ്ടം കഷ്ടം കഷ്ടമെന്ന് നമ്മെ നോക്കി വിളിച്ച് പറയുന്നുണ്ടോ? നമുക്ക് നമ്മുടെ ചുറ്റും ഈ കഴുകൻ പറക്കുന്നുണ്ടോ? 5-ാം കാഹളം വരാൻ പോവുകയാണ്. 5-ാമത്തെ കാഹളവും 6-ാമത്തെ കാഹളവും 7-ാമത്തെ കാഹളവും ഊതാൻ പോവുകയാണ്. ഒരു മുന്നറിയിപ്പ് തരികയാണ്. എൻ്റെ മുകളിൽ ഈ കഴുകൻ പറക്കുന്നുണ്ടോ? എൻ്റെ ആകാശത്ത് ഈ കഴുകൻ്റെ ചിറകടിക്കുന്നുണ്ടോ? കഷ്ടം കഷ്ടമെന്ന് വിളിച്ചു കൂവുന്നതായ കഴുകൻ്റെ ചിറക് എൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ ചിറകടിക്കപ്പെടുന്നുണ്ടോ? കർത്താവേ, യെശയ്യാവിന് എന്താണ് ഉണ്ടായത്? യെശയ്യാവ് എന്താണ് ചെയ്തത്? യെശയ്യാവ് 6:5. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. ഞാനും നിങ്ങളും ജീവനുള്ള ദൈവത്തെ കണ്ടിട്ട് ദൈവസന്നിധിയിൽ വീണ് നാം ഈ ഒരു അനുഭവത്തിലേക്ക് വന്നാൽ ഈ കഷ്ടങ്ങളിൽ നാം അകപ്പെടുകയില്ല, ന്യായവിധിയിൽ നാം അകപ്പെടുകയില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാം. ആരെയെങ്കിലും വേദനിപ്പിച്ചുകൊണ്ട്, ആരെയെങ്കിലും ഇല്ലാതെയാക്കിക്കൊണ്ട്, ആർക്കെങ്കിലും ദോഷം വരുത്തിക്കൊണ്ട് എന്തെങ്കിലും നേടാൻ ഞാൻ നോക്കിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റി, ഞാൻ അങ്ങനെ ചില വാക്കുകൾ പറഞ്ഞു, ന്യായീകരിക്കാൻ പലതുമുണ്ട്, ന്യായീകരണങ്ങൾ പലതും പറയാനുണ്ട്. എന്നാൽ ന്യായീകരണങ്ങളെല്ലാം മാറ്റി വച്ചിട്ട് യെശയ്യാ പ്രവാചകൻ ആ സ്വർഗീയ മഹത്വം കണ്ടപ്പോൾ, ദൈവത്തിൻ്റെ തേജസ് കണ്ടപ്പോൾ, ആലയത്തിൽ ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ, ആലയം
പുക കൊണ്ട് നിറഞ്ഞു മൂടുന്നത് കാണുമ്പോൾ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ സാറാഫുകൾ ആരാധിക്കുന്നത് കാണുമ്പോൾ, ആ സ്വർഗീയമായ തേജസ്സിന് മുമ്പിൽ യെശയ്യാവ് പറഞ്ഞു, അയ്യോ കഷ്ടം, എനിക്ക് അയ്യോ കഷ്ടം, എന്നിൽ അശുദ്ധിയുണ്ട്. യെശയ്യാവ് തൻ്റെ കുറവുകളെ കണ്ടു, തൻ്റെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു. അവൻ അതുവരെയും പ്രവചിച്ചുകൊണ്ടിരുന്നവനാണ്, ആദ്യമായി പ്രവചിക്കുന്നവനല്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വന്നു. 5 അധ്യായങ്ങൾ മുന്നിലുണ്ട്. ദൈവം ചെയ്തുകൊണ്ടിരുന്നവനാണ്. പക്ഷേ അവൻ്റെ വണ്ടിക്കയറിൻ്റെ മേലെ അവൻ കത്തിവെച്ചു. അന്യായ ബന്ധനങ്ങളെ അറുത്ത് കളയുക. ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. 4-ാമത്തെ കാഹളം, 4-ാമത്തെ ദൂതൻ കാഹളം ഊതി കഴിഞ്ഞപ്പോൾ ആകാശത്ത് പറക്കുന്ന ഒരു കഴുക് ആകാശത്ത് പറന്ന് നടന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, കഷ്ടം, കഷ്ടം, കഷ്ടം. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാം, നമ്മുടെ തലകളെ ഉണക്കാം, നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇതെല്ലാം വരാൻ പോകുന്ന ന്യായവിധികളാണ് നാം ചിന്തിക്കുന്നത്. വള്ളി വ്യത്യാസമില്ലാതെ തിരുവചന സത്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്നത് ഓരോന്നും നമ്മുടെ കണ്ണിന് മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഏതെങ്കിലും മേഖലകളിൽ, എൻ്റെ ആകാശത്ത് ഈ കഴുകൻ പറക്കുന്നത് കാണുന്നത് ആരെല്ലാം ഉണ്ട്? കഷ്ടം, കഷ്ടം, കഷ്ടം. വണ്ടിക്കയറുകൊണ്ട്, വ്യാജവാസം കൊണ്ട് അകൃത്യത്തെ വണ്ടിക്കയറുണ്ടെന്ന പോലെ പാപത്തെ വലിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്തിനാ ഇങ്ങനെ പോകുന്നത്? ഇന്ന് തീയുമായി സ്വർഗത്തിൽ നിന്ന് സാറാഫുകൾ പറന്നിറങ്ങി വരുന്നുണ്ട്. യെശയ്യാവ് ധ്യാനിച്ചപ്പോൾ, എനിക്ക് അയ്യോ കഷ്ടമെന്ന് നിലവിളിച്ചപ്പോൾ, സാറാഫുകളിൽ ഒരുത്തൻ തീക്കട്ടയുമായി പറന്നിറങ്ങി വന്നു. അവൻ ഏത് രംഗം, ഈ വണ്ടിക്കയറ് കെട്ടിയിരിക്കുന്ന രംഗം, ഏത് രംഗം കാണിച്ചു കൊടുത്തുവോ അവിടെ അത് തൊടുവിച്ചു. ഇത് നിൻ്റെ അധരങ്ങളിൽ തൊട്ടിരിക്കയാൽ ശുദ്ധി വന്നിരിക്കുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അകൃത്യം നീങ്ങി പാപത്തിന് പരിഹാരം വരണം. വ്യാജപാസങ്ങളെല്ലാം കത്തിപ്പോകണം. വണ്ടിക്കയറുകളെല്ലാം കത്തിപ്പോകണം. പാപം കൂടെ വലിച്ചു കൊണ്ടുപോകല്ലേ. പാപത്തെ വ്യാജഭാസം കൊണ്ടും വണ്ടിക്കയറ് കൊണ്ടും ഇനി വലിച്ചു കൊണ്ടുപോകല്ലേ. അത് ശുദ്ധി വരുത്തുന്ന സ്വർഗത്തിൻ്റെ സ്വർഗീയമായ കാര്യപരിപാടി കീഴിൽ നമുക്ക് താഴ്ത്തി കൊടുക്കാം. ഒറ്റ കാര്യം മാത്രം അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കുക. ന്യായീകരണമൊക്കെ അങ്ങ് മാറ്റിവെക്കുക. ഇത് കരുണയുടെ കാലമാണ്, കൃപയുടെ കാലമാണ്. 3-ൽ 2 ഉണ്ടല്ലോ, 3-ൽ 1 ന്യായം വിധിച്ചെന്നുള്ളൂ. രക്ഷപ്പെടാൻ കൂടുതലല്ലേ അവസരങ്ങൾ, മാനസാന്തരപ്പെടാനല്ലേ കൂടുതൽ അവസരങ്ങൾ, രക്ഷപ്പെടാനല്ലേ കൂടുതൽ അവസരങ്ങൾ. അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അടിയങ്ങൾക്ക് നൽകി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂടിയവനായി സ്തോത്രം. ഞങ്ങളെല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. എല്ലാം മഹത്വം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ.